friends, welcome to our channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മുഖം തന്നെ ഒരു നല്ലൊരു മാറ്റം ഞാൻ ഒരു 1 year ആയിട്ട് എൻ്റെ ഫേസ് വാഷ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്താ അപ്ഡേറ്റഡ് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പറഞ്ഞിട്ടത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താ എൻ്റെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഞാൻ മറ്റേ എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങുന്ന ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാൻ നിർത്തിയിട്ട് ഒരു 1 year മേലെ ആയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്കിൻ ഇത്രയും മാറാൻ കാരണവും. എപ്പോഴും എൻ്റെ ഭയങ്കര ആക്നി പ്രോൺ സ്കിന്നാണ്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, പിമ്പിൾസ് വരും പോവും. അപ്പം അതിൻ്റെ മാർക്ക് എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പം അതുള്ളവർക്ക് എന്തായാലും അറിയാം, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമാണ്. മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഓയിലി സ്കിന്ന് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാം, ഓയിലിനെസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ പിമ്പിൾസ് വരുന്നത് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. നമ്മുടെ മുഖം തന്നെ ഒരു ഗ്ലോയിങ് സ്കിന്ന് ആയിട്ട് മാറാനും ഇത് ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാൽപ്പാമരം പൗഡർ, ഇരട്ടി മധുരം, അമുക്കുരം അതായത് അശ്വഗന്ധ പൗഡർ, പിന്നെ വന്നിട്ടുള്ളത് എന്താ കടലമാവ്. ഓക്കെ, കടലമാവ്. പിന്നെ അതിൽ ഞാൻ ഇപ്രാവശ്യം ഒന്ന് ചേർത്തിട്ടുള്ളത് എന്താ നമ്മുടെ റെഡ് സാൻഡൽവുഡ് പൗഡർ അല്ലെങ്കിൽ സാൻഡൽവുഡ് പൗഡർ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർക്കാം. അപ്പോൾ എനിക്ക് ആക്നെ പ്രോൺ ആണല്ലോ, ആക്നെ കൺട്രോൾ ചെയ്യാൻ അത് ബെസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് എന്താ ഫേസ് വാഷ് പൗഡർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളാണിത്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കടലമാവാണ്. കടലമാവ് ഓക്കെ, കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അശ്വഗന്ധ പൗഡറാണ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരമൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു. ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നാൽപ്പാമരം പൊടിച്ചതാണ്, നാൽപ്പാമരം പൗഡറാണ്. പിന്നെ വേണ്ടത് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ രക്താന്തരം, നോർമൽ ചന്ദനം പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്കെല്ലാം മിക്സ് ചെയ്യാം. നമുക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. കടലമാവ് ഞാൻ ഇത്തിരി ഒരു ഈ സ്കൂപ്പിൽ വന്നിട്ട് ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് അമുക്കുരം അതായത് അശ്വഗന്ധ. അത് ഞാൻ എടുക്കുന്ന 2 സ്പൂൺ എടുത്തിട്ടുണ്ട് ഫുള്ള്. ഓക്കെ, പിന്നെ വന്നിട്ട് വേണ്ടത് നമുക്ക് നമ്മുടെ ഇരട്ടി മധുര ചൂർണ്ണമാണ്. അത് ഞാനിതിലേക്ക് കഷ്ടിച്ച് 2 സ്പൂൺ ഉണ്ട്, 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നാൽപ്പാമരാണ്, അതും കഷ്ടിച്ച് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒന്നും എല്ലാം കഴിഞ്ഞു എൻ്റെ കയ്യിൽ, അതാണ് പ്രോബ്ലം ആയത്. പിന്നെ വേണ്ടത് നമ്മൾ രക്തചന്ദനം ഞാൻ 1 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, പിന്നെ റോസ് പെറ്റൽസ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതൊക്കെ ബെസ്റ്റാണ്. ഇതൊക്കെ നമ്മുടെ മുഖത്തെ എന്താ ബ്ലെമിഷസ്, മുഖത്തുണ്ടാകുന്ന എല്ലാ ബ്രേക്കേജസും മാറ്റാനും ബെസ്റ്റാണിത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ വന്നിട്ട് ഇതൊരു കണ്ടെയ്നറാണ്, കഴിഞ്ഞു. അതിൽ ഓൾറെഡി ഞാൻ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തായാലും മാറ്റി കൊടുക്കാം. ഓക്കെ, ഇതേ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 മാസത്തേക്കുള്ളത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എല്ലാം കഴിഞ്ഞു. ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ വന്നിട്ട് വാങ്ങാൻ. നമുക്കൊരു എന്താ ഇരട്ടി മധുരം, നാൽപ്പാമരം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാനിത് ഇത്രത്തോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ. മെയിനായിട്ട് സൺ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഈ നാൽപ്പാമരം എന്ന് വെച്ചാൽ. നാൽപ്പാമരം വാങ്ങുമ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ പിക്ചർ ഇടാം, ഒരുമാതിരി വേര് പോലെയാണ് ഉണ്ടാവുക. അത് നന്നായിട്ട് പൊടിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഇത് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ സ്ക്രബിങ് ഇഫക്റ്റ് വരാനേ പാടില്ല. അതുകൊണ്ടാണ് സ്ക്രബിങ് ഇഫക്റ്റ് വരുമ്പോൾ നമ്മുടെ പോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ടാണ് പറയുന്നത്. അതും പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ഡെയിലി സ്ക്രബ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഒരു വീക്കിലി വൺസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം സ്ക്രബ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ സ്ക്രബിങ് എഫക്റ്റ് വരാനേ പാടില്ല. വീട്ടിൽ തന്നെ എല്ലാം പൊടിച്ച് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് വന്നത് നാൽപ്പാമരം, അതായത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യണം. സൺ ടാൻ നമ്മുടെ നെറ്റിക്കുണ്ടാവുന്ന സൺ ടാൻ, ഫേസ്
നമ്മൾ ഫസ്റ്റ് തന്നെ സൺ എക്സ്പ്ലോർ ചെയ്യുമ്പം ഏത് ഹൈറ്റ് വരുന്ന ഭാഗത്തായിരിക്കും നമ്മുടെ സൺ കൊള്ളുക അല്ലേ, അവിടെ നമ്മുടെ ഇതുപോലെയുള്ള കുത്തും കോമയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു നാൽപ്പാമര എന്ന പൗഡർ നമ്മളെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളതാണ് റെഡ് സാൻഡൽവുഡ്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലമിഷ്, പിന്നെ ഡിസ്കളറേഷൻ എല്ലാം ഒന്ന് മാറാനും, ആക്നെ മെയിൻ ആയിട്ട് ആക്നെ റിമൂവ് ചെയ്യാനും, ആക്നെ സ്കാർസ് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു റെഡ് സാൻഡൽവുഡ് പൗഡർ. ഈ റെഡ് സാൻഡൽവുഡ് എന്ന് പറയുന്നത് ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഇതിൽ ചേർത്തിട്ടുള്ളത് കടലമാവല്ലേ, കടലമാവ്. ബേസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന അതും ഒരു സൺ ടാൻ റിമൂവിങ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് ഗ്ലോയിങ് എഫക്ട് തരാൻ ഈ ഒരു ബേസന് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ. ഡാമേജ് ആകുന്നത് തടഞ്ഞും പിന്നെ ഏജിങ് സൈൻസ് ഒക്കെ വരാതിരിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് റെമഡിയാണ് ഈ അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ. പിന്നെ വന്നിട്ടുള്ള ലിക്കറൈസ്. ലിക്കറൈസ് നമ്മുടെ ഇരട്ടി മധുരം അതുപോലെ തന്നെയാണ് മുഖം ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് യൂത്ത്ഫുൾ സ്കിന്ന് തരാനും, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡിസ്കളറേഷൻ, സ്പോട്സ്, സ്കാർസ്, ആക്നെ, എവറിത്തിങ് വിൽ റെഡ്യൂസ് ദിസ് ലിക്കറൈസ് പൗഡർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ബെസ്റ്റ് റെമഡി അടങ്ങിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിരിക്കും. ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഒരു 1 month അത്രേ എത്തത്തുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ ഇത് ഡെയിലി 2 times യൂസ് ചെയ്യും. അതായത് മോർണിംഗ് എഴുന്നേറ്റിട്ട് ഞാൻ ഡെയിലി റൂട്ടീൻ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെയും, പിന്നെ നൈറ്റ് ഡ്യൂട്ടീൻ എനിക്ക് കാണിക്കണ്ടല്ലേ, ഞാൻ കാണിക്കാം കമ്മിങ് ഡേയ്സിൽ. ഞാൻ എന്തായാലും ആ വീഡിയോ കൂടി ഇടാം. അപ്പം ഇത് 2 times ഞാൻ യൂസ് ചെയ്യും. കുറച്ച് കയ്യിലെടുത്തിട്ട് അതിൽ വെള്ളം ചാലിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലാവുള്ളൂ. എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിന് മാറ്റുണ്ടാവാൻ കാരണം ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചിരാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മുടെ റോസ് പെറ്റൽസ് അതുപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആവാൻ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.